കളി മുടക്കാൻ പറ്റത്തില്ല. എന്ത് കളി? കഥ, കഥാപ്രസംഗം. ചേട്ടൻ വീട് കാപ്പൻ്റെ ആരാ? ആരുമല്ല. പിന്നെ മനസ്സിലായില്ല? ഞാൻ പ്രശസ്ത കാഥികൻ വല്ലഭൻ പൊറ്റുകുഴി. കേട്ട് കാണും. എന്താ മുഖത്തൊരു വിഷമം? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. കഥ നടത്തിയ നാട്ടുകാർ തല്ലും, നടത്തിയില്ലേ കമ്മറ്റിക്കാർ തല്ലും. എന്തായാലും തല്ലുറപ്പ. ഇന്ന് ഞാൻ കഥ പറയുന്നത് സർക്കാർ മന്ദിരത്തിലാണ്. എവിടാ, നിയമസഭയിലാണോ? പൂജപ്പുര സെൻട്രൽ ജയിൽ. ഓമനേച്ചി, കാലത്ത് എങ്ങോട്ടാ? ഒന്ന് മോനെ കാണാൻ പോവാ. ഇന്ന് ആലപ്പുഴ ജില്ല ഹർത്താലാ, ബസ്സൊന്നും ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും ഒന്ന് തിരുവനന്തപുരം പോയേ പറ്റൂ. എന്നാ പിന്നെ ഞാനും വരാൻ കൂടെ. പുതിയ കഥ അടുത്ത ക്ഷേത്രത്തിലുണ്ട്, വന്നാ കാണാം. ആണോ? പഴയ കമ്മിറ്റിക്കാരും വല്ലാണ്. അണ്ണന് ചായ കാപ്പിയാ? രണ്ട് ചായ. ശരി. നിറയട്ടെ അങ്ങോട്ട്. അണ്ണന് വിത്തോട്ട്. എനിക്കേ ഒരു മധുരം ഇല്ലതാ. നിങ്ങൾ എങ്ങോട്ടാ? അത് തിരുവനന്തപുരം. എന്നെ ബസ് കിട്ടുന്ന എവിടെയെങ്കിലും ഇറക്കി തരും. എന്നാ പിന്നെ എന്നെ കൂടെ എനക്ക് എവിടെങ്കിലും ഇറക്കി വിട്ടാ മതി, നടന്നു പോക്കോളാം. വെറുതെ ഒന്നുമില്ല, ഏതോ ഒരുത്തൻ ഞങ്ങളുടെ നേതാവിനെ തുണുക്കി കാണിച്ച് വിടുവോ ഞങ്ങള്. എന്നാ പിന്നെ ഞാൻ എത്ര ഹർത്താലും നടത്തണം? ആടിയിലൊന്നും കാണത്തില്ലെന്നേ, അതാ ഇത്ര കാര്യം. ഇതിപ്പോ ഒരു ജില്ല മാത്രമായത് ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടുപോയനെ. ചെന്നിട്ടേ ഒരു വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടത്താനുള്ളതാ. 10 കാശ് കിട്ടുന്ന കേസാ. ആ വിമൽ, ഞാനിത് ആലപ്പുഴ എത്തി. ആ ഓക്കെ, അത് ഇന്ന് ശരിയായി കളയാം. ശരി. ഓമനേച്ചി, ദാ ഒരു വണ്ടി വരുന്നുണ്ട്, കൈ കാണിച്ചു നോക്കാം. നോക്കു മോനെ. താൻ ഉദ്ദേശിക്കുന്ന സ്ഥലമായിട്ടില്ലടോ. സ്റ്റേജ് അല്ലായിരുന്നു. അണ്ണാ കണ്ടിട്ടെ ഹൗസ് ലേഡിയാ, കേട്ടണ? ഒതുങ്ങിയൊക്കെ ഇരിക്കേ. ഇരുന്നാട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലുവലി ചൂരരുതേ നാട്ടാരേ. അയ്യോ, കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ. കപ്പക്കിടവഴി കമുകിന്നിടവഴി, കപ്പക്കിടവഴി കമുകിന്നിടവഴി ഓടുമേ ഞാൻ ചാടുമേ. ഒറ്റ കുതിപ്പിരുവേലികളൊക്കെ ചാടുമേ. പാത്തിരുന്നെറിയരുതേ, നേരിട്ടെറിയണമേ. പാത്തിരുന്നെറിയരുതേ, നേരിട്ടെറിയണമേ. കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലതും പറയുമേ സൂര്യന് നെല്ലിയുമേ. എന്റെ
നമ്മുടെ പോലീസുകാർ കൊള്ളാം അല്ലേ? എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ നാട് ഇങ്ങനെ തന്നെ. ഏയ് ചുമ്മാ യവന്മാരൊന്നും ശരിയല്ലെന്നേ. ചുമ്മാ ഒരു മുറിയെടുത്തിന് എന്നെ പിടിച്ച് അകത്തിട്ടത്. ഒറ്റയ്ക്കോ? ഏയ് അങ്ങനെ വരത്തില്ല. കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, തോട്ടപ്പള്ളി ശാന്ത. അങ്ങനെ വരട്ടെ. നല്ല കുട്ടിയാ, പാവം. നിങ്ങൾ അങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരത്തേക്കാ. എന്നെ ചങ്ങനാശ്ശേരി വിട്ടാ മതി, അവിടുന്ന് ഞാൻ ബസ്സിൽ പോയിക്കോളാം. ചേച്ചി ഞങ്ങളും തിരുവനന്തപുരത്തേക്കാ. ചേച്ചി ഇരുന്നോ, ഞങ്ങൾ ഇറക്കിത്തരാം. അവിടെ എന്താ തിരുവനന്തപുരത്ത്? മോനെ കാണാനാ. മോനോട് എന്താ പരിപാടി? ജോലിയാണോ അതോ ബിസിനസ്സോ? അയ്യോ ബുദ്ധിമുട്ടായോ? ക്ഷമിക്കണം, ഞാൻ വെറുതെ ഒരു നേരം പോക്കിന്. സാരമില്ല, എന്റെ മോൻ ജയില്ല. അവനെ കാണാൻ പോവാ ഞാൻ. ചേച്ചി വിഷമിക്കണ്ട, മനസ്സിലെ ഭാരം പങ്കുവെക്കാനായി ഞങ്ങളൊക്കെ ഇല്ലേ ഈ വണ്ടിക്കകത്ത്. ചുമ്മാ ഇരടാ. മോൻ കല്യാണം കഴിച്ചോ? ഇന്നലെ മീൻ വല്ലതും കിട്ടിയോ ജോപ്പാ? ഓ, ആറ്റിലിപ്പോ മീനേക്കാൾ കൂടുതൽ മീൻപിടുത്തക്കാരല്ലയോ? ഹൗസ് ബോട്ടിൽ നിന്നുള്ള അഴുക്കും മെഴുക്കൊക്കെ വീണിട്ട മീനൊക്കെ ചവനെന്നാ ഇന്നാളെ TV പറഞ്ഞത്. ഓ, ടൂറിസം എന്ന് പറഞ്ഞ ഹൗസ് ബോട്ടല്ലേ? നരേന്ദ്രൻ എന്തി? വെളുപ്പംകാലത്തെ ഓട്ടം കഴിഞ്ഞ് വന്നേ, കിടക്കുക. ഞാൻ വന്നെന്ന് പറഞ്ഞേക്ക്. ആ പോട്ടെ. ശരി. ഈ പുക തിന്നാൻ എന്റെ വിധി. ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പറഞ്ഞ കേക്കേയില്ല. എഴുന്നേറ്റില്ലേ? ചായ. ഏയ് സുമി, എന്താ എന്റെ മുഖത്ത്? എന്താ? ഏയ് ദേ ഈ ഭാഗത്തായിട്ട്. ഇവിടെയോ? കരി വല്ലതായിരിക്കും. ഏയ് അല്ല അല്ല, നോക്കിയേ നീ. എവിടെ? ദാ ഇവിടെ. മാറ്. അടുപ്പിലെ തീയിപ്പ കെട്ട് കാണും. കണ്ണൊന്ന് തുറന്നു പിടിക്കാമേ. തിമിരത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാ. കണ്ണിലൊരു കണ്ടുപോയ വിഷമം എനിക്കറിയാം, അപ്പോഴൊരു ഓപ്പറേഷൻ. ഈ അമ്മയുടെ ഒരു കാര്യം. ഇത്രയും കാഴ്ചയൊക്കെ മതിയടാ. ഇനിയിപ്പൊ നിന്റെ കൊച്ചിനെ കൂടി ഒന്ന് കാണണം, അത്രേ ആഗ്രഹം എനിക്കുള്ളൂ. ദേ അമ്മ പറഞ്ഞു കേട്ടോ. എന്ത്? ഒന്ന് രണ്ടെണ്ണം പെട്ടെന്ന് ഉണ്ടായിക്കോളാൻ. ഓ, പല്ല് പോലും തേക്കാതെ പറയുന്ന വർത്താനം കിട്ടില്ലേ? വൃത്തികേട്. ഇതൊക്കെ എങ്ങനെയാണ് വൃത്തികേടാവുന്നേ? പറയുമ്പോഴാ കുഴപ്പം. ആദ്യം എടുത്തേ. നരേന്ദ്ര, ഞാൻ വിളിക്കാം. ഇത് മാച്ചാണോ? കൊള്ളാം. എന്നാ ഇതോടെ എടുത്തേക്ക്. ഇവിടെ ഡിസ്കൗണ്ട് വല്ലതും കിട്ടുമോ? ഇവിടെ വന്നിട്ടാണോ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കുന്നത്? പിന്നെ അത് ഇവിടെ അല്ലാതെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റും. ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പോവാം. ദേ ഇത് വെച്ചോ, ഇടയ്ക്ക് നോക്കൂ.
പെൺപിള്ളേർക്ക് മുടി വേണം. ഫാഷനാണെന്നും പറഞ്ഞ് സുമി തല കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്തേലും പറഞ്ഞ അമ്മായിമ്മ പോരാണെന്ന് പറയും. 5500 പോയാലെന്താ? നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? അത് ശരിയാ. ഇവനും 500 പോയല്ലോ. ആ നീ ഇവിടെ ഒന്നും ഇരിക്കുവായിരുന്നോ? എന്നോട് ഇവിടെ ഇരിക്കാനല്ലേ ജോപ്പൻ ചേട്ടൻ പറഞ്ഞേ? ഓ ഉള്ളതാ, ഞാനതൊക്കെ മറന്നു. അയ്യടാ, ഇവൾക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഓ എന്തിന്? ഇതേ കേട്ടല്ലോ, ഒരു ഡ്രസ്സ് പോലും വാങ്ങിച്ചു തരാത്ത ഇവനെ നീ കെട്ടാൻ പോണേ. ഇവനെ തന്നെ വേണോ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ആണോ? ആ എന്തൊക്കെയാ ചേച്ചി മേടിച്ചേ? വാ കാണിച്ചു തരാം. അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഓ, ഹലോ, ആ ഞാൻ വന്നേക്കാം. ആ ദേണ്ടേ ഇട്ടിച്ചൻ്റെ ഇവിടെ നിന്നാ. ആണോ? എന്നാ ഞാനുണ്ട്. ഇതൊക്കെ മാറ്റിച്ച് വേഗം വരാം. ശരി, വേമ്പ. ആര്യേ, ഞാനിപ്പോ വരാം. ഉണ്ടോന്ന് നോക്കാം. കരക്കാരുടെ മുന്നിൽ വെച്ച അച്ഛൻ ചോദിച്ചത് മേരിക്ക് കർത്താവാണോ സായിപ്പാണോ വലുതെന്ന്. എന്നെ പിള്ളേര് നാണം കെടുത്താൻ വേണ്ടിയാ ഈ ഫോട്ടോ നിങ്ങളിവിടെ വെച്ചേക്കുന്നേ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതെടുത്ത് ആറ്റിക്കളയും. നിന്റെ തന്റെ കുര്യാപ്പിയുടെ പടം ഇതുപോലെ ഞാൻ വെച്ചേനെ. പക്ഷേ അയാൾ എനിക്ക് കയ്യെ വെച്ച് തന്നത് കെട്ടാച്ചരക്കായ ഒതളങ്ങാമേരി എന്ന നിന്നെയാ. ഈ സായിപ്പ് എനിക്ക് എന്ന കാശാ നീ തിന്നു മുടിക്കുന്നേ. കർത്താവിനെക്കാട്ടിലും വലുതാണോ ഈ തോരി വെളുത്തവൻ? അതേടി എന്റെ മിശികാ തമ്പുരാനാ, അങ്ങേരുടെ നന്മയാടി ഇതെല്ലാം. എന്തായാലും നന്നാവൂല. ഇട്ടിച്ചേ, വന്നിപ്പം മീൻകാരൻ വരെ ഇന്നോവേലാ. നരേന്ദ്ര, എയർപോർട്ടിലേക്കല്ലേ? അതെ. എടാ, മീനിന്റെ ഉളുമ്പ് മാറാൻ വല്ല മണമുള്ളൊക്കെ എടുത്ത് അടിക്കേ. ഇങ്ങോട്ട് വെച്ച സാറേ. എന്നാ ശരി, പോയിട്ട് ആ പോയിട്ട് പോട്ടറവേ. ഇതാ സൈക്കിളുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കോറുമ്പലിലാക്കിയതാണെന്നല്ലോ തോന്നുന്നേ. ഓ നല്ല മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. എനിക്ക് നക്കാപ്പിച്ച കാശ് തന്നിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കത്ത് കാശിനല്ല കൊടുക്കും. ഇങ്ങേരിപ്പോഴും വായനയാണല്ലോ. ഇങ്ങേരുടെ നാട്ടിൽ നിന്ന് പുസ്തകം നിരോധിച്ചിരിക്കുകയാണോ? ഏടാ, നിനക്ക് പുസ്തകം കണ്ടാൽ തല ഇറങ്ങുന്ന വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ അല്ല. ഓ അല്ലേലും ഇട്ടിച്ച അതിന് സായിപ്പുമാരോടാണല്ലോ പ്രിയം. അതേടാ, ഈ നാറിപ്പൊഴുത്ത് കിടന്ന് ആലപ്പുഴയുടെ ദാരിദ്ര്യം മാറിയതേ ഈ സായിപ്പന്മാർ വന്ന പിന്നെ. ഇവന്മാരോ? ആ ഇപ്പതേ ചുമ്മാ റോഡിലിറങ്ങി നിന്നിട്ട് ഒരു സാഹിബിനെ ഹൗസ് ബോട്ട് ചൂണ്ടിക്കാണിച്ചാൽ ഏതവനും 500 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ ഇനക്കേടുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞ എന്തൊക്കെ കൊള്ളരുതായ മീൻ നടക്കുന്നത്. ഓ ഇടാ, മിണ്ടാതിരിക്കടാ. നിനക്ക് ചൂണ്ട കിട്ടാനും ജീവിക്കാം. ഈ പാവപ്പെട്ടവൻ ഇവരെ കൊണ്ടൊക്കെയാ ജീവിക്കുന്നേ. യു നോ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഹിസ് ഗ്രാൻഡ്സൺ. അങ്ങേരെ പോലെ തന്നെ സായിപ്പന്മാരെ കണ്ട അലർജിയാ. അയാളത് വിശ്വസിച്ചു. ഇത് ഇവിടെ നിൽക്കേണ്ട സ്ഥലം വിട്ടു. എട്ടിച്ചായന്റെ ഹോം സ്റ്റേയില് എല്ലാം മുറി AC ആണല്ലേ? എന്ത് അത്ഭുതമായി പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സായിപ്പ് വന്നിട്ട് കനാൽ പാലത്തിന്റെ അവിടെ ചായത്തട്ട് നടത്തിക്കൊണ്ടിരുന്ന എട്ടിച്ചായന് ലക്ഷങ്ങളല്ലേ കൊടുത്തത്? അതയാളെ യോഗം. എട്ടിച്ചനെ സായിപ്പിനെ മുക്കി കൊന്നേച്ച കാശെടുത്തെന്ന് പറയുന്നത് ശരിയാണോ? അതൊക്കെ ചുമ്മാ പറയുന്ന. സാഹിബ് ഇപ്പോഴും അയാൾ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ വെറുതെ പറയുന്നതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? നീ വിളമ്പിക്കേ. ഒന്ന് വേഗം വിളമ്പടി. നരേന്ദ്ര, പകല് മുഴുവൻ ഇതിനകത്തിരുന്ന് മടുത്തു. എട്ടിച്ചാന്റെ റിസോർട്ടില്
എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചതാ. ഒന്നല്ലേലും അതിന്റെ അകൊക്കൊന്ന് കാണുകയും ചെയ്യാലോ. അത് കുഴപ്പമില്ലടി, അടുത്ത ദിവസം ഞാൻ കൊണ്ടുപോയേക്കാം. നരേന്ദ്രനില്ലടാ ഇവിടെ. ഇന്ന് തീയതി എത്രയാണെന്നറിയാവോടാ? സുബ്രഹ്മണ്യൻ ചേട്ടനോട് അടുത്ത മാസം കാശ് തരാന്ന് പറഞ്ഞാ. കളി എവിടുന്ന് പറഞ്ഞു മോനെ. 3 ദിവസത്തിനും തവണയും പലിശ അടച്ചില്ലെങ്കിൽ വണ്ടിയും കൊണ്ടുപോകും. ഓർത്തോ. നിങ്ങളോടും കൂടാ പറയുന്നേ, വണ്ടി എടുക്കാൻ വരുമ്പോ കണവണ പറയരുത് കേട്ടോടാ. എന്റെ ആഭരണം വിറ്റിട്ട് വാങ്ങിയ വണ്ടിയാ. ഇനി ഇതോടെ പോയ വണ്ടിയും ഇല്ല ആഭരണവും ഇല്ല എന്നാവും. എടി നീ കിടക്ക്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നീ കിടക്കാനേ പറഞ്ഞു. എടി എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ, ഒന്ന് തിരിയെങ്കിലും ചെയ്യ്. എടി ഞാനെന്ത് ബാലകനാരോ, കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞ മോശം കേട്ടോ. ഇപ്പോഴൊന്നും വേണ്ട. ഈ വീട്ടിലൊരു കുഞ്ഞൂടെ വന്നാലുള്ള അവസ്ഥ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എടി അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ചിന്തിക്കണം. നല്ലൊരു വീട്ടിലായിരിക്കണം എന്റെ കുഞ്ഞു വളരുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എടി നമുക്ക് ആദ്യം വണ്ടിയുടെ CC അടയ്ക്ക്, പിന്നെ ഒരു വീട് പണിയാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കി കാര്യം. ഉറപ്പാന്നേ? ഉറപ്പ്. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ടാ ചോടോ? പൊരിഞ്ഞ ബിസിനസ്സാ. കള്ളൂടിയും കഞ്ചാവടിയും പെണ്ണുടിയും. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അതോ ഡോഗ്സ് ഓൺ കൺട്രിയാ? നീ വിട്ടോ, ഞാനൊന്ന് കൊടുത്തു തീർക്കട്ടെ. എങ്ങനെയുണ്ട്? ഈ വേഷമൊന്നും പറ്റത്തില്ല. സായിപ്പന്മാർക്കും മദാന്മാർക്കും മലയാളി പെണ്ണുങ്ങള് സെറ്റും മുണ്ടും ഉടുത്ത് നടക്കുന്നതാ ഇഷ്ടം. അവരുടെ നാട്ടിലെല്ലാവരും ഇത്തിരി പോരം തുണി ചുറ്റിയല്ലേ നടക്കുന്നേ. ആ പിന്നെ നാളെ വരുമ്പോ നല്ല സെറ്റും സാരിയും കൊടുത്തോണ്ട് വേണം വരാൻ. ഒന്നിങ്ങ് മാറി നിന്നേ. നടക്കുമ്പോ അത്തെ കുത്തെന്നൊന്നും പറഞ്ഞ് നടന്നേക്കരുത്. നോക്കിക്കോ, കാണിച്ചു തരാം. ഇങ്ങനെ വേണം നടക്കാൻ. മനസ്സിലായോ? മേരി ചേച്ചി എല്ലാം അങ്ങ് പറഞ്ഞു തന്നാ മതി. ഓ വാ, വന്നേ, നടന്നേ. ആഹാ, രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഇവളുടെ ഒരു അപ്പച്ചി വണ്ടാനത്ത് ആശുപത്രിയിലുണ്ട്, അവിടെ വരെ ഒന്ന് പോണം. എന്റെ കൊച്ചെ, നീ ഇവനെ കൊണ്ട് കഴുത്തിലൊരു താലി കെട്ടിക്കാൻ നോക്ക്. ഓ, ഈ വിലക്ക് താലിയും മാലിയും വാങ്ങി കെട്ടി നടത്തണം എങ്ങനെയോ അവനെ ചെയ്യും. ഇതിപ്പോ ഇവക്കും എനിക്കും വേറെ ആരുമില്ല. കെട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞ പോലെ. എങ്ങോട്ടാ? ഒന്ന് ആലപ്പുഴ. എന്നാടി? ശരി, കഴുത്തറവൻ പലിശയാ. 100-ന് 10. ഒരു മാസത്തെ പലിശ പിടിച്ചിട്ടുണ്ടോ? 500 കുറവാ. ശരി. ധാവണിയാ ഇപ്പൊ ഫാഷൻ അല്ലേ? എനിക്ക് ഇതാ ഇഷ്ടം. ഞങ്ങളെന്നാ പോട്ടെ. ആ, ഞങ്ങൾ ഇറങ്ങുവാ. ആണോ? പോയിട്ട് വരാമേ. ഓ, പഠിക്കാറ്. വേഗം വാ, ലേറ്റ് ആവും. എന്നാ പെട്ടെന്ന് നടക്കടി. എന്റെ ചോപ്പ, നീയെങ്കിലും അവനെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പെണ്ണിന്റെ താളത്തിനത്ത് തുള്ളിയാലേ തൊലഞ്ഞു പോകത്തേ ഉള്ളൂ.
ചിന്തിച്ചോണ്ടിരുന്ന കാശ് എവിടെന്നെങ്കിലും ഒഴുകി വരും. ആട് മുക്കി ആനപ്പിണ്ടം വരത്തില്ല. നമുക്ക് ഈ കുടം മാക്സി. ആ ഹൗസ് ബോട്ടിൽ ഇരിക്കുന്നവന്മാര് കുടിക്കുന്ന കുപ്പിയുടെ വില 5000 10,000 വരും. അത് കണ്ട് നമ്മൾ തുള്ളരുത്. സുമിയുടെ ചെലവ് കൂടുതലാ. നീ എവിടെ പറഞ്ഞു മനസ്സിലാക്കാം. തുടങ്ങിയ പിന്നെ വെടിക്കെട്ടാണല്ലേ. നീ എങ്ങനെയും 4 കാശുണ്ടാക്കി തടാ, എവിടുന്നേലും. ഒട്ടിപ്പലിശക്ക് കാശ് എടുത്തിട്ട് എങ്ങനെ പിടിച്ചിക്കാനാ? എങ്ങനെയും കഴിയണ്ടടാ. കുട്ടനാട്ടുകാരൊരു ജീവിതം ഉണ്ടല്ലോ. ഈ വള്ളത്തിൽ കൊതുമ്പ് വെള്ളവും കള്ളൊക്കെ ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതം. പുലരെ പൂന്തോണിയിൽ അത് മതിയടാ നമുക്ക്. നിനക്ക് സ്ഥിരം മൂന്നാറിലേക്കല്ല ഓട്ടം. ഇത്തിരി ചില്ലറ തടയണ വഴിയുണ്ട്. എങ്ങനെ? ഉണ്ടടാ, പറയടാ. കടം വീട്ടാനും കൂടുതൽ സമ്പാദിക്കാനും വേണ്ടിയാ എന്റെ മോൻ ജോപ്പന്റെ കൂടെ ആലപ്പുഴ പോയത്. ഇതൊക്കെ തന്നെയാണ് ഞാനും കല്യാണം കഴിക്കാത്തത്. ഇവളുമാർക്ക് സാരി, തുണി, മാല, വള ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെയോ ഡെയിലി പണിക്കും പോണം. പറ. ആ പോക്കാണ് അവന്റെ ജീവിതം തകർത്തത്. അന്ന് അവൻ ആ ദുഷ്ടനെ പരിചയപ്പെട്ടു. അവനാ എന്റെ മോനെ. അതാരാ വൃത്തിയിട്ടവൻ? നത്ത്, അതാ അവന്റെ പേര്. എന്തു പറ്റി? നരേന്ദ്രനാണോ മോന്റെ പേര്? അതെ. അറിയോ? അവന്റെ കൂട്ടുകാരനാണോ? അല്ല, ഞാനൊരു ഓട്ടം വിളിച്ചിട്ടുണ്ട്. ഇവനിപ്പോ ഈ സെറ്റപ്പിലാണോ? ഡോക്ടർ ആവാൻ പോയനോ? മരുന്നിനടിമേ. ഇവനപ്പൊ കഞ്ചാവ് സപ്ലൈ ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞ നരേന്ദ്രൻ, സ്ഥിരം മൂന്നാറിന് ഓട്ടം. സാധനം അവിടെ തരും, കൃത്യമായിട്ട് ഇവിടെ എത്തിക്കണം. ഒരു ട്രിപ്പിന് 5000 രൂപ. കളിക്ക് മേലെ കളിയിറക്കാൻ നിൽക്കരുത്. ഒരു ട്രിപ്പിന്റെ കാശ് അഡ്വാൻസ് കൊടുത്തേക്ക്. ശരി. ഇട്ടിച്ചായന്റെ റിസോർട്ടിലെ ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിയുന്നേ. ഒരു വലിയ കുളവും. കൊളോ? ആ, നീല കളറിലെ മദാന്മാരൊക്കെ കുളിക്കുന്ന സ്വിമ്മിംഗ് പൂൾ അടി. ആ, അവിടെ ജോലി കിട്ടിയോണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അതിമോഹം പാടില്ല. നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള എങ്ങനെ അതിമോഹാവുന്നേ? ഓ, അതിന്റെ പേര് അത്യാഗ്രഹന്നല്ലേ, അതിമോഹം അല്ലല്ലോ. നീ ആ ബാഗ് എടുത്തോണ്ട് വന്നേ. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. വൈകിട്ടാകുമ്പോ മൂന്നാർ എത്തണം. സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ഇങ്ങത്താ
മൂന്നാറിന് എന്നെ എന്നാ കൊണ്ടുവന്നേ? അവിടെ എങ്ങും ഒന്നും കാണാനില്ലടി. എവിടെ നോക്കിയാലും കുറെ വൃത്തികെട്ട തേയിലത്തോട്ടും ഒരുമാതിരി മഞ്ഞും കൊടും തണുപ്പും. അവിടെയൊക്കെ ഈ പണിയില്ലാത്തമാര് പോകുന്ന സ്ഥലവാ. ഇവിടെ കുട്ടനാട്ടിൽ ഇട്ടിച്ചന്റെ റിസോർട്ടിൽ ജോലിയുള്ള നീ എന്നാത്തിന് മൂന്നാറിൽ പോകുന്നേ? പോവാടി, പോവാം. ഒരു 2 വർഷം കഴിഞ്ഞോട്ടെ. മനസ്സിലായി. കള്ളും കുടിച്ച് കുന്നം പറഞ്ഞ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇവിടെ നിറങ്ങിയ എല്ലാം മറക്കുമല്ലേ? എടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. എല്ലാം നഷ്ടപ്പെട്ടാണ് എന്റെ കുഞ്ഞ് വീട്ടിലെത്തിയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അന്ന് സുമി അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി. അതാണ് ഇപ്പോഴത്തെ ഭാര്യമാരുടെ പണി. ഒരു മുതല് നഷ്ടപ്പെട്ട ആദ്യം വിവരം അറിയിക്കേണ്ടത് അതിന്റെ ഉടമസ്ഥനെ, അല്ലാതെ വീട്ടിൽ പോയിരിക്കില്ലല്ല. അതവൻ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവും. അനിയ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് കഞ്ചാവും മയക്കുമരുന്നൊക്കെയല്ലേ. സത്യം പറഞ്ഞാൽ അതിങ്ങനെ പാവങ്ങൾ ഉപയോഗിച്ച് കടത്തുന്നവരെ ആദ്യം പിടിച്ച് ജയിലിൽ അടയ്ക്കേണ്ടത്. അത് ചേട്ടൻ പറഞ്ഞു ശരിയാ അല്ലേ? അല്ലേ? അതെ 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 അവനൊരു ഭയങ്കരനാ, ക്രൂരനാ. എന്റെ മോൻ പേടിച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമ്പോ നാണം കെട്ടു പോവാ. നീ കാര്യം പറ സുമി. എന്റെ ആഭരണങ്ങൾ പണയം വെച്ചിട്ട് എത്ര നാളായി? എടുത്തു തരണമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ഈ വീട്ടിൽ എത്ര നാളെ ഇങ്ങനെ കഴിയുക? ഓണങ്ങളായ അന്തസ്സായി ജീവിക്കാൻ നോക്കണം. ഓരോരുത്തർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നറിയോ? ആ റിസോർട്ടിൽ വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹ. മൈ ഡിയർ എന്നൊക്കെ വിളിക്കുന്ന കേട്ടാ നമുക്കും കുളിര് തോന്നും. ഡിയർ എന്നൊന്നും വിളിക്കണ്ട, സ്നേഹത്തോടെ എന്നെ എടാന്നൊന്ന് വിളിച്ചിട്ടുണ്ടോ? പോ ചെല്ലു. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിയെ കൂട്ട് കിട്ടും. എന്നാടാ ഈ പാതിരാത്രിക്ക്? ആകെ പ്രശ്ന നത്ത് നിന്നെ പൊക്കാൻ നടക്കുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? സാധനം കയ്യിൽ പോയി. ചുമ്മാ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് നത്ത് വിടത്തില്ല. 10 ലക്ഷം രൂപയുടെ മുതലാന്നാ പറയുന്നത്. 10 ലക്ഷം? നത്ത് ഇവിടെ വന്ന് ആകാലം പോവും. എന്തിന്? നീ ഇവിടെ നിന്ന് മാറും. എങ്ങോട്ട്? എന്തെങ്കിലും ചെയ്യാം. നീ ചെല്ലേ, എടുക്കാനൊക്കെ എടുത്തിട്ട് വാ. വേഗം വാ. എവിടെ
പോവാ? ഒരു ഓട്ടം ഉണ്ട്. ഈ രാത്രിയിലോ? ആ, അത്യാവശ്യം. നീയേ വാതിലടിച്ച് കിടന്നു, അമ്മയോട് പറഞ്ഞാൽ മതി. ഹലോ ശശിയേട്ടാ. ആ, എങ്ങോട്ടാ? മൂന്നാറിനോ? നോക്കട്ടെ. എടാ ഒരു ഓട്ടോ മൂന്നാറിന്. ഈ വണ്ടി എടുത്ത് വിട്ടു. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ഫോണൊന്ന് ഓഫ് ചെയ്തു. ആ ശരി. അവനെയും വിളിച്ചേ, നരേന്ദ്രനെ. അവനിവിടെ ഇല്ല. കേറി നോക്കടാ. എന്താ എന്താ ഇത്? മാറുതല്ലേ? എന്താ ഈ കാണിക്കുന്നേ? എന്താ ഇത്? അവൻ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ആരുമില്ലേട്ടായി. അവൻ വരുമ്പോ പറഞ്ഞേര്, അവൻ എവിടെ പോയി വിളിച്ചാലും ഞങ്ങൾ അവനെ പൊക്കൂന്ന്. വാടാ. കുട്ടി പണ്ടങ്കര നായിന്റെ മോനെ. 10 ലക്ഷം രൂപയുടെ മുതലാ തൊലച്ചത്. എനിക്കിട്ട് താങ്ങിയിട്ട് ഇവിടെ ഒരുത്തനം നിക്കത്തിലടാ പൊന്നു മോനെ. കളി പഠിച്ചിട്ട് തന്നെയാ ഈ നത്ത് കോട്ടിലിറങ്ങിയത്. അവനെ കൊണ്ടുവന്നത് നീയാ. നീ തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരണം കേട്ടോടാ. Wonderful here. Really nice place. Come. സുമി, ദാ ഫോൺ. ഹലോ സുമി, ഞാനാ. നീ ജോപ്പനെ കണ്ടായിരുന്നോ? ആ, എന്റെ തൊട്ടടുത്തുണ്ട്. എടി ഒന്ന് കൊടുത്തേ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ജോബിന്റെ കൂടാണോ ഞാൻ? ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയതാ. ഒന്ന് വിളിച്ചോ ഇതുവരെ? എന്നിട്ട് അന്വേഷിക്കുന്നത് കൂട്ടുകാരനെ. എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ നരേന്ദ്രന്? സുമി, ഞാനൊരു പ്രശ്നത്തിൽ പെട്ട്. ഇങ്ങനെയാണ് പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? ജോബിനെ ഞാൻ കെട്ടിയാ പോരായിരുന്നോ? എവിടെയാ നരേന്ദ്രൻ ഇപ്പോ? ഹലോ ഹലോ ചേട്ടാ, എത്രയായി? ഡ്രൈവർ. ആ സർ.
stop. I said stop. ഏയ് ഡ്രൈവർ ആ സാർ അവിടെ മാറ്റി നിർത്തും. ആ സാർ ഇവിടെ മതിയോ? ആ അവിടെ അവിടെ അവിടെ. ആ എന്ത് രസമുള്ള സ്ഥലമാണല്ലേ. Really? Thank you for bringing me here. Amazing place. One photo, please. Okay. ഫോട്ടോ എടുക്കാം. Okay. Left. Okay. Is it fine? കുറച്ച് ബാക്ക്. യെസ്, കുറച്ച് ബാക്ക്. You're looking so beautiful. Beautiful snaps. കുറച്ചുകൂടെ ബാക്ക്. ഓക്കെ. ക്യാമറ. Please help me! നിക്കി. മോളെ സുമി, എന്താ മേ? അവൻ എവിടെയാ? ഇവിടില്ല. എവിടെ പോയാലും അവൻ ഞങ്ങളുടെ കൈ വന്ന് വീഴും. സാറേ ഇത് നല്ല ഷോപ്പാ. എടാ നീ എന്നടാ ഇവിടെ? എനിക്കിട്ട് പണി തന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിടാ നായിന്റെ മോനെ. ഞാൻ കണ്ടുപിടിക്കില്ല. അവനൊന്നും ചെയ്യില്ലേ. ഒന്നുകിൽ എന്റെ ചരക്ക് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ. അതുവരെ ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഗസ്റ്റുകളുടെ ഓട്ടം വന്നാ സാറേ കുറച്ച് സമയം ഒരാഴ്ചക്ക് ഒപ്പിച്ചേരാം. എന്നെ വിശ്വസിക്കും. അവൻ തരും. വിടാൻ പറ. ഒരാഴ്ച കൂടി സമയം തരും. ഇപ്പൊ നീ പോയിക്കോ. കേറാ. ഇങ്ങോട്ട് കേറാൻ. ഒരു ട്രിപ്പിന് അയാൾ എത്ര നിനക്ക് ഓഫർ ചെയ്തിരുന്നത്? 5000. 5000 രൂപയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റുകളെ നീ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടെ ബെനിഫിറ്റുള്ള എന്തെങ്കിലും നിനക്ക് ചെയ്തൂടെ? എന്ന് വെച്ചാ മെനക്കെട്ട അതിനുള്ള കൂലി കിട്ടണം. ഒറ്റയടിക്ക് ജീവിക്കാനുള്ള പണം. നിനക്കൊരാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാനോ സാറേ? 25 lakhs. അതായിരിക്കും നിന്റെ പ്രതിഫലം. 25 ലക്ഷോ?
കൊല്ലേണ്ടത്. എന്റെ ഈ യാത്രയുടെ ഉദ്ദേശം അതാണ്. ഇന്നുണ്ടായ ആക്സിഡന്റ് ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. നീ അവളെ സേവ് ചെയ്തു. പേടിക്കണ്ട, ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. എന്റെയും നിന്റെയും പ്രശ്നങ്ങൾക്ക് ഒരേ പരിഹാരം. നരേന്ദ്ര. ആ പോണം സർ. നിൽക്കടോ. കുട്ടനാട് ഇതിലും എന്തും കൊണ്ടും സേഫ് അവിടെയാ. താൻ പേടിക്കണ്ടോ, നമുക്ക് മാത്രം ഇതറിയാം. പോവാം. Okay. Get in. പോകാം നരേന്ദ്ര. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുമെന്ന് കരുതിയ അവൻ അവരുമായിട്ട് വന്നത്. അത് ശരിയല്ലല്ലോ. നിർത്ത്, അവര് പറയട്ടെ. അല്ല നിയ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീട്ടിലെ സാഹചര്യങ്ങൾ, ഭാര്യയുടെ ആഗ്രഹങ്ങളെല്ലാം. പക്ഷേ പണത്തിന് വേണ്ടി കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി തിരിച്ചു. എന്താ ഇത്? ആ സ്ത്രീയുടെ ഹൃദയത്തിന് ആഘാതം ഉണ്ടാക്കുന്ന സംസാരങ്ങൾ ഒഴിവാക്കൂ. കഥ തുടരട്ടെ. മാറി നിൽക്കി. ഓരോ അലപരാധികൾ. അഴിച്ചു വെച്ചേക്കാം, ഇനി ആവശ്യം വരും. ഒന്ന് പതുക്ക പൊട്ടീര്. Thank you for bringing me here. Nice place. Really? ഹലോ, ഹൗ ആർ യു? ഇവര് മലയാളികളാ ചേച്ചി. അയ്യോ, മലയാളികളാണോ? യാ, മലയാളികൾ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് മുംബൈയിലാണ്. കണ്ടാ മല്ലു എന്ന് പറയത്തേ ഇല്ല കേട്ടോ. അയ്യോ വന്നാട്ടെ, വാ. എന്തൊരു ഭാഗ്യവാ. ഹണിമൂണിന് ലോകം മുഴുവൻ ചുറ്റാം. ഞാനിതുവരെ എറണാകുളം പോലും കണ്ടിട്ടില്ല. അതെങ്ങനെയാ? ജോബിന്റെ കൂടെ എപ്പോഴും. ചേട്ടാ താക്കോൽ എടുക്കല്ലേ ചേട്ടാ. പണി കിട്ടിയാലേ നീ പഠിക്കുമല്ലേടാ. കാശ് ഞാൻ കൊണ്ട് അടച്ചോളാം ചേട്ടാ. എന്നാടാ നിന്റെ 16 അടി ദൂരം കഴിഞ്ഞിട്ടോ? ചേട്ടാ കുറച്ച് ടൈറ്റ് ഉണ്ട്, അതാ വൈകുന്നേ. പെട്ടെന്ന് ടൈറ്റ് മാറ്റി തരാടാ. ചേട്ടാ ചേട്ടാ ഞാൻ പറയുന്നത് കേട്ടാ. ഇനി ഞാൻ വാക്ക് മാറില്ല. ഉറപ്പാണാ? ഉറപ്പ്. ഇനി വാക്ക് മാറിയാൽ ഇല്ല ചേട്ടാ. ചോദ്യം പറച്ചിലും കാണത്തില്ല. വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും കേട്ടടാ. Tandana tandana tano
Hi. How are you? Fine. How are you? I'm good. Come sit here. കംഫർട്ട് ആയിരിക്കെ. ഇവിടെ ഹോം സ്റ്റേക്ക് ഇനി നല്ല ചാൻസ് ഉണ്ട്. റിയലി ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഹേയ്, സുമിക്കും നരേന്ദ്രനും കൂടെ സ്വന്തമായി ഒരു റിസോർട്ട് തുടങ്ങിക്കൂടെ? അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞങ്ങൾ പാവപ്പെട്ടവരാ. What are you talking? Every success story starts from poverty. ഈ റിസോർട്ടിന്റെ ഓണർ ഇട്ടിച്ചൻ ബേസിക്കലി റിച്ച് ആയിരുന്നോ? അല്ലെന്നേ, 5-6 വർഷം മുമ്പ് വരെ കനാൽ പാലത്തിന്റെ അവിടെ ചായത്തട്ടായിരുന്നു. Yeah. Now he is rich. Resort, car, everything. ആ മുൻവശത്ത് ഇരിക്കുന്ന ഫോട്ടോയിലെ സായിപ്പില്ലേ, അയാളുടെ കാശാ ഇതെല്ലാം. അയാളെ ഇട്ടിച്ചാൻ വെള്ളത്തെ മുക്കിക്കൊന്ന് കാശ് തട്ടിയെടുത്തെന്ന നാട്ടുകാർ പറയുന്നത്. സുമിക്കും നരേന്ദ്രനും ഇതുപോലെ റിസോർട്ട് തുടങ്ങാം. ഇതിലും നല്ല ബിസിനസ് കിട്ടും. അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ക്യാഷ് ഞാൻ തരാം. നമ്മൾ പാർട്ട്നേഴ്സ്. How's it? നല്ലതാ. Wow. Lovely. ഇതിന് എത്ര രൂപ വരും? 8.5 ലക്ഷം. Beautiful. Which one did you like? That or this? This is ഇതിന് very എത്ര വരും? nice. ഇത് 1.5 പവൻ, 36,000 രൂപ. Beautiful. ദേ, അത് കണ്ടോ? നോക്കുന്നേ. എന്നാടി? സ്നേഹമുള്ളവരങ്ങനെയാ. ഇതുവരെ ഒരുത്തരി പൊന്നെനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഉള്ളത് വിറ്റു മുടിച്ചു. സ്വർണ്ണക്കട വന്നിട്ട് എന്തെങ്കിലും വാങ്ങാതെ എങ്ങനെ പോകുന്നേ? നീ ചെന്നേ, അവരിറങ്ങാറായി. ഒരു ചെറിയ മോതിരെങ്കിലും നോക്കിക്കോട്ടെ. നോക്കിയോ നോക്കിയോ, വാങ്ങാതിരുന്നാ മതി. ചെല്ല് ചെല്ല്. താങ്ക് യു. ചായ എടുക്കണോ? വേണ്ട. ഒന്ന് ചിരിച്ചാലെന്താ? എത്ര ആളുകളായിട്ട് എവിടെയൊക്കെ പോകുന്നതാ. അവരൊക്കെ സന്തോഷം കണ്ടിട്ടില്ലേ? എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ. ഇതാ കുഴപ്പം, എല്ലാത്തിനും പിടിവാശിയാ. ആ നികിത ചേച്ചി രാഹുൽ സാറിനെ കണ്ടു പഠിക്കും. എന്ത് ചെരിയും സംസാരം അവർ തമ്മില്. നീ കുളിക്കാൻ എന്തിന് വെള്ളം ചൂടാക്കോ? ആറ്റിലെങ്ങാനും പോയി കുളിക്ക്. എനിക്കിനി അടുപ്പ് എത്തിച്ചോണ്ടിരിക്കാനൊന്നും വയ്യ. ആറ്റിലല്ലാതെ പിന്നെ രാഹുൽ സാർ. താങ്ക് യു. നരേന്ദ്ര. സർ, ഇവിടെ എത്ര ആളുണ്ടാവും നരേന്ദ്രൻ? 10-30 അടിയൊക്കെ കാണും. അപ്രോക്സിമേറ്റ് 12 meters. നീന്തൽ അറിയാത്തൊരാളെ വെള്ളത്തിൽ വീണ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലേ? അല്ല, അതിപ്പോ സാർ ഞാൻ ടെൻഷൻ അടിക്കണ്ടോ? ഒരു തീരുമാനം എടുത്തത് ഞാനല്ലേ. തൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എൻ്റെ തീരുമാനം താൻ നടപ്പിലാക്കുവാണെങ്കിൽ തനിക്കതൊരു സഹായമാവുമെന്ന് ഞാൻ കരുതി. നത്തിൻ്റെ കാശ് കൊടുക്കണ്ടോ? 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ താൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ആ നശിച്ചവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ മടിക്കാത്തവനും അല്ലേ? വാ, ഞങ്ങൾ നാളെ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ. നീയും ഉണ്ടാവണം. നാളെ ബോട്ടിന്റെ ഡക്കി നിൽക്കുമ്പം നിക്കിത വെള്ളത്തിൽ വീണാൽ മനസ്സിലായില്ലേ? നീ തള്ളിയിട്ടതാണെന്ന് അറിയുന്നത് നമുക്ക് മാത്രം. ഓക്കെ അല്ലേ? ഹേയ്, എന്താ ഒരു രഹസ്യം? All men have some secrets, honey. അതാണ് വാട്ട് സീക്രട്ട്? ഒന്നുമില്ലെന്നേ.
ഞാൻ ഇവന്റെ പഴയ ഒരു അഫയറിനെ പറ്റി ചോദിക്കുക. ഞാനൊരു ജോക്ക് പറഞ്ഞിട്ട് ചിരിക്കാണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഒന്ന് ചിരിക്കടോ. ഓക്കെ മാൻ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. Come on. എന്താ ഡ്രസ്സ് മാറാതിരിക്കുന്നേ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ കുടുംബത്തിരിക്കാൻ പറ്റത്തില്ല. വാ, വന്ന് ചോറുണ്ണ. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരം ഇത്. നീ അവളുടെ അടുത്തേക്ക് ചെല്ല്. പോകാൻ. എന്തായി? എന്തുകൊണ്ട്? എന്നെ കൊണ്ട് പറ്റില്ല സർ. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചത്? രാഹുൽ, എങ്ങനെയുണ്ടായിരുന്നു ബാക്ക് ബോർഡർ ജേണി? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓ, എന്നെ കൊല്ലാൻ നരന് കഴിയോ? മരിക്കാൻ എനിക്ക് പേടിയാണ് നരൻ. പക്ഷേ മരണം കൂടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തെക്കാൾ നല്ലത് എത്ര പെട്ടെന്നുള്ള മരണമല്ലേ? എല്ലാം എനിക്ക് നന്നായി അറിയാം. രാഹുൽ നന്നായി അഭിനയിക്കുന്നു. അപകടത്തിൽപ്പെട്ട് മരിച്ച എന്റെ ഡെഡ് ബോഡിയുമായി മുംബൈയിൽ എത്തുന്നവരെ ഈ അഭിനയം തുടരും. എന്റെ പണം അത് മാത്രമാ രാഹുലിന് ആവശ്യം. എന്നെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും അതിനു വേണ്ടിയാ. ഞാൻ എല്ലാം അറിയുമ്പോഴേക്കും ഒരുപാട് വൈകി. നരേന്റെ മനസ്സിലിപ്പോ ഞാൻ രാഹുലിനോട് കാണിക്കുന്ന സ്നേഹം എന്താന്നല്ലേ? ഞാനും അഭിനയിക്കുക. കാരണം രാഹുൽ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞ ആ നിമിഷം എന്നെ കൊല്ലും. നരേൻ, എന്റെ മരണം കൊണ്ട് നരേന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് തള്ളിയാൽ ഞാൻ വീഴും. Come on, Naren. Push me. Push me. Do it. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? യെസ്, വൈ നോട്ട്? Then get dressed. ഓക്കേ.
എനിക്കൊരു ഹെഡേക്ക്. ഡ്രിങ്ക് കഴിച്ചോണ്ടാന്ന് തോന്നുന്നു. സോ നീ പോയിട്ട് വാ. നോ, രാഹുൽ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഏയ്, റെഡി ആയതല്ലേ, പോയിട്ടോ. നോ. ഡ്രസ് ചേഞ്ച് ചെയ്യ്. ചെല്ല്. സാർ, നിക്കിത മാത്രമേ നിന്റെ ഒപ്പം വരുന്നുള്ളൂ. യു ആർ ഗെറ്റിംഗ് എ ചാൻസ്. മനസ്സിലായില്ലേ? പറ്റിയൊരു സ്ഥലത്തേക്ക് നീ അവളെ കൊണ്ടുപോകണം. ആളൊഴിഞ്ഞൊരു സ്ഥലം. അത്തരം സ്ഥലങ്ങൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാലോ. രാഹുൽ. ആ. Okay dear, take rest. Okay honey. പോ. Happy journey. എന്താ ഞാൻ ചെയ്യേണ്ടത്? രാഹുലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗമാണുള്ളത്? രാഹുൽ സാറിനോട് ഞാൻ സംസാരിക്കാം. വേണ്ട. നമ്മൾ തമ്മിൽ ഇക്കാര്യം സംസാരിച്ചെന്ന് രാഹുൽ അറിഞ്ഞാൽ നരേനെയും അപകടപ്പെടുത്തും. അറിഞ്ഞോ അറിയാതെയോ നരേൻ ഞങ്ങൾക്കിടയിൽ വന്ന് പെട്ടു. ആ കാരണത്താൽ സുമിയുടെയും നരേന്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകരുത്. ഒരുപാട് സ്വപ്നങ്ങൾ സുമിക്കുണ്ട്. നരേൻ അതെല്ലാം സാധിച്ചു കൊടുക്കണം. അവളുടെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാ. എനിക്കതൊന്നും സാധിച്ചു കൊടുക്കാൻ കഴിയില്ല. കഴിയും. ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. രാഹുലിൽ നിന്ന് നരൻ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നും എനിക്കറിയാം. എന്റെ മരണം ഉറപ്പാണ് നരൻ. സോറി നരൻ, ഞാൻ അറിയാതെ. ഐ ആം സോറി. എനിക്കിപ്പോ സുമിയോട് അസൂയ തോന്നാ. നരേന്റെ ജീവിതത്തിൽ സുമിയുടെ സ്ഥാനം എനിക്ക് കിട്ടിയില്ലല്ലോ. മാഡം എന്തൊക്കെയാ പറയുന്നേ? എന്നെ കൊല്ലാൻ രാഹുലിനോടൊപ്പം നരൻ നിൽക്കുന്നില്ലല്ലോ. എനിക്കത് മതി. വാ നരൻ, പോകാം.
How's Kutanad? Superb. And you missed a beautiful evening. Oh, great. Come, Rahul. ഞാൻ വന്നേക്കാം. Okay. You lost a chance, bastard. എന്നെ വിട്ടിയാക്കാൻ നോക്കുന്നു. പറഞ്ഞ പോലെ ചെയ്യണം. അങ്ങനാടാ ആണുങ്ങൾ. അച്ഛനില്ലാതെ വളർന്നിട്ടും ഞാൻ അവനെ ലാളിച്ച് വഷളാക്കിയിട്ടില്ല. ഇങ്ങനൊന്നും അല്ലായിരുന്നു അവൻ കല്യാണത്തിന് മുൻപ്. ആണുങ്ങളായ പറ്റാത്ത പണിക്ക് പോരുത്. എല്ലാത്തിനും ചാടി പുറപ്പെടും. എന്നിട്ട് പണി കിട്ടുമ്പോ കുടുംബം, അമ്മ, ഭാര്യ. തെറ്റിനെ ന്യായീകരിക്കല്ല, പക്ഷേ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. അണ്ണാ ചേച്ചി കാര്യം പറയട്ടെ. ചേച്ചി പറ. സത്യ എന്തോ ദാ ഈ പൈസ കൊണ്ടുപോയി ബാങ്കിലിട്ടെ. ഇന്ന് തന്നെ ഇട്ടേക്ക് സാർ. ഇപ്പൊ തന്നെ ഇടണം. കയ്യിലിരുന്നാലേ പണക്കാരനാ ഞാൻ എനിക്ക് തന്നെ തോന്നിപ്പോവും. ഓക്കെ സാർ. ഇട്ടിച്ച എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. കടമായിട്ട് മതി. എന്റെ പൊന്നു നരേന്ദ്ര, ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിച്ച് ഈ മാസത്തെ ബാങ്കിന്റെ അടവ് കെട്ടാന്ന് കരുതി ഇരിക്കുകയായിരുന്നു. 5 നയാ പൈസ ഇല്ല അല്ലേ? അതെ സാർ. അങ്ങനെ പറയല്ല ഇട്ടിച്ച, അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. നാളെ ആയാലും മതി. അത്രയ്ക്ക് അത്യാവശ്യമാണോ? നാളെ ഒട്ടും ഉണ്ടാവില്ല. ഇല്ലാഞ്ഞിട്ടാ ചെല്ലി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് പാത്ത് കിടക്കുവാണല്ലോ. നരേന്ദ്രനെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ ഞങ്ങള്? എന്തായാലും ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് എല്ലാരും പറയണേ. ഞങ്ങള് കൊണ്ടുപോയിക്കോളാം. കാശ് നീ തരണം. എന്റെ കാശൊന്നും ഇല്ല. എരണം കേട്ടോനെ. വഴിയെ പോയി എന്റെ കൊച്ചിനെ കാർ അടിച്ചിട്ടപ്പോ നീ കാശില്ലെന്ന് പറയുന്നോടാ. ഞാൻ ഇടിച്ചല്ലോ. എന്റെ വണ്ടിയുടെ മുമ്പിൽ ഒന്ന് ചാടിയല്ലേ. എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്തു. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അയ്യപ്പ സ്വാമി ഇവ പറയുന്നത് കേട്ടോ. ഞാനും എവളും എവളുടെ മക്കളും കൂടി 5 വയറിന്റെ പ്രാക്കാൻ നിനക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാം ഞാൻ കേട്ടു. ഏയ് വേണ്ട വേണ്ട. കഴിവറ മോനെ, നീയോ തരത്തില്ല, വേറൊരാള് തരുന്ന കൂടെ ഇല്ലാതാക്കുന്നു. നീതാ കൊച്ചെ. സ്വാമിയേ ശരണമയ്യപ്പോ. കൊച്ചിന് നല്ലത് വരും കേട്ടോ. വാടി. നരേൻ പേടിക്കണ്ട. ഇതിന്റെ പേരിൽ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല. നരേന്റെ പ്രശ്നം എന്റെയും പ്രശ്നമാണെന്ന് തോന്നി. ഒരുപാട് പണം എനിക്കുണ്ട്. പക്ഷേ സമാധാനം, സ്വസ്ഥത, സന്തോഷം ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്റെ പണം കൊണ്ട് നരേന്ദ്രന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാഡം അത് നോ നരേൻ, എന്നെ മറ്റൊരാളായി കാണരുത്. നരേൻ ഇപ്പോ എന്റെ ആരോ ആണെന്നാ എന്റെ തോന്നൽ. ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ. ഇത്രയെങ്കിലും ഒരു ആശ്വാസം നരേന് തന്നൂടെ? പറ്റില്ല പറ്റില്ല പറ്റില്ല. അതെന്താ? അതും ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ശരിയാവാത്തെ? നിനക്കതൊന്നും ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ദേ പിന്നെ അവരുമായി ചേർന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നീ ഇപ്പൊ ചിന്തിക്കണ്ട. പറഞ്ഞ മനസ്സിലായോ? 5 ഏക്കർ അതിന്റെ ഇഷ്ട. ആ ജയിലിൽ കിടക്കുന്ന സ്വാമി നോക്കി വെച്ചിരിക്കുന്ന സ്ഥലം തരാം. ആ മുന്നാധാരം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, സ്കെച്ചും പ്ലാനും, പിന്നെ ടാക്സ് റെസിപ്റ്റും എല്ലാം കൂടി ഒറ്റ ഫയലാ. അതെ, അപ്പൊ ശരി. കൊച്ചെന്താ പറഞ്ഞേ? റിസോർട്ടിന് പറ്റിയ സ്ഥലം. അല്ല, നീ എന്നാ ഈ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയത്? വാങ്ങിക്കാനാ. കൊച്ചേ, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് കിടന്ന് പറഞ്ഞാലേ നാട്ടുകാർ വിചാരിക്കും നിനക്ക് വട്ടാന്ന്. എന്നാ ശരി, ഈ കാര്യം വേറെ ബ്രോക്കർമാരുണ്ടോ നോക്കട്ടെ.
നില്ല് പറയട്ടെ നിക്ക്. ഓട്ടെ, നിനക്ക് എവിടുന്ന ഈ കാശ്? അത് പാർട്ട്ണർഷിപ്പാ. റിസോർട്ടിൽ വന്നൊരു ബോംബെക്കാരെ കാശ് മുടക്കുന്നു. അങ്ങനെ വരട്ടെ. ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഒന്നാം തരം ഒരു ഫ്ലോട്ടായി കിടക്കുന്നത് കണ്ടോ? ഞാൻ നിനക്ക് ശരിയാക്കി തരും. ആ Sumi, this is our resort's main entrance. Back in cottages. See, ഇവിടെയാണ് നരേന്റെ സുമിയുടെയും വീട്. ഡബിൾ സ്റ്റോർഡ് ആകാല്ലേ എന്തേച്ചി? 2 നില വീട് മതിയോന്ന്? മതി. ഈ സൈഡിലെ ആറ്റിറമ്പാ. ഒരു സ്വിമ്മിംഗ് പൂള് വേണം ചേച്ചി. ഇവിടുത്തെ കാട്ടിലും വലുത്. I told you're intelligent. അത് പ്രാക്ടിക്കലാക്കി എടുക്കണം. നരേന്ദ്ര, ഇങ്ങി വന്നേ. ഇത് നോക്ക്, നമ്മുടെ റിസോർട്ടിന്റെ പ്ലാനാ. പാപ്പിച്ചേട്ടൻ 3 സ്ഥലം കാണിച്ചു. എനിക്കിഷ്ടപ്പെട്ടത് ആ മാളിയേക്കലെ തറവാടിന്റെ അപ്പുറത്തെ സ്ഥലമാ. അവിടെ ആണെങ്കിൽ നല്ല സീനറിയാ. അതൊന്നും ശരിയാവില്ല നരേൻ, സുമിയുടെ ആഗ്രഹമല്ലേ? നിന്നെ അവിടെ ആ ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് പോയി അങ്ങോട്ട്. അല്ലല്ലോ നരേന്ദ്രൻ ഇങ്ങനെ. ചേച്ചി പറ, നമുക്കിതെങ്ങനെ തുടങ്ങണം? That's all right. ആ ഓട്ടോക്ക് ഇത്തിരി കുറവാ വെച്ചേട്ടാ. എവിടെയെങ്കിലും ഒരു നോപ്പിച്ചു തന്നാ. ഞാൻ തിരിച്ചു വിളിക്കാം. ഓരോരുത്തരുടെ സ്റ്റൈലും പോക്കും കണ്ട കോടീശ്വരനാണെന്നാ ഭാവം. കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ല കേട്ടോ. അല്ലെങ്കിലും ഒന്നുമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലാണോ നിങ്ങള്? നല്ല വീടും ഭാര്യയ്ക്ക് ഒരുപാട് സ്വർണവും വീടിന്റെ മുറ്റത്ത് കാറും ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ ഉള്ളതല്ലേ? എന്റെ പൊന്നു സുമി, നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ നികിത പറഞ്ഞ ഞാൻ കേൾക്കണോ? എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും നിങ്ങൾ തന്നൊരു ഔദാര്യമല്ലേ എന്റെ ജീവിതം. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യം കിട്ടാനാ? സുമി, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മളെ സഹായിക്കാൻ നികിത ചേച്ചി തയ്യാറായി. അത് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു. എന്ത് കണ്ടിട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കടവും കടത്തിന്റെ മേലെ കടവും നമ്മുടെ സമ്പാദ്യം. ഒരു വീടുണ്ടാക്കണ്ടേ? നമുക്ക് കുട്ടികളെ വേണ്ടേ? നല്ല സ്കൂളിൽ ചേർത്തവരെ പഠിപ്പിക്കണ്ടേ? ഇതൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നിങ്ങൾക്കല്ലേ സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഏതാടി എന്റെ സ്വന്തം കാര്യം? എന്താടി എന്റെ സ്വന്തം കാര്യം? ഈ വീടും അമ്മയും നീയും അല്ലാതെ എന്താ എന്റെ സ്വന്തം കാര്യം? ആ രാഹുലിനെ കൊല്ലാൻ വേണ്ടി എനിക്ക് അവള് പൈസ തരാന്ന് പറയുന്നത്, അത് ഞാൻ ചെയ്യണോ? നീ പറ. അത് ഞാൻ ചെയ്താൽ നീ പറഞ്ഞ മാതിരി ബംഗ്ലാവും കാറും കൊച്ചുങ്ങളെ കൊണ്ട് സ്കൂളിലാക്കലും എല്ലാം കൂടെ അങ്ങ് ഉണ്ടാക്കാം. ചെയ്യണോ ഞാൻ? പറയടി. എന്താണ് കാര്യം പോലും മനസ്സിലാക്കാൻ. ആയിക്കോട്ടെ, ശരി. ആ ഞാൻ എത്താറായി. ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി. എന്തല്ലേ ഇത്? മൊത്തം സീനായി. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു സിനിമാ കഥ പോലുണ്ട്. ചിലപ്പോഴൊക്കെ സിനിമാ കഥയേക്കാൾ ഭീകരാണ് ജീവിതം. എന്തായാലും എന്റെ മോന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. Sumi. Hi, Sumi. Hi. നീ എന്താടി സ്വപ്നം കണ്ടിട്ടാണോ പ്ലേറ്റ് ഉടയ്ക്കുന്നേ? കണ്ടവന്റെ പാത്രം കഴി ഉണ്ടാക്കിയതാ ഈ കണ്ടതല്ല. അത് നിനക്ക് അറുമതിച്ച് നശിപ്പിക്കാനുള്ളതല്ല. നിനക്കെന്നാടി പെണ്ണേ ഒരു ഏനക്കേട്? ഞാൻ നികിതേച്ചിയുടെ രാഹുൽ സാറിന്റെ കാര്യം ഓർത്തതാ. ഇത്ര ഓർക്കാൻ എന്താ ഉള്ളത്? അവര് ശരിക്കും ഭാര്യയും ഭർത്താവുമാണോ? ദേ പെണ്ണേ, ഇവിടെ വരുന്നവരുടെ തരവും ഗുണവും നോക്കലല്ല നിന്റെ ജോലി. പാത്രം തുടച്ചു വെച്ചിട്ട് പോവാൻ നോക്കടി. അയ്യടാ ഒരു കിന്നാരം കൊണ്ട് വന്നിരിക്കുന്നു.
എന്നെക്കുറിച്ച് എന്താ സുമിക്ക് അറിയേണ്ടത്? ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് വിഷമായോ? ഇല്ല. എന്റെ മനസ്സിലെ പ്രയാസങ്ങൾ ഒരാളോട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. മനസ്സിലാകണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയേണ്ടി വരും സുമി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകളേ ഉള്ളൂ. അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറിന്റെ മകനാണ് രാഹുൽ. എന്റെയും രാഹുലിന്റെയും വിവാഹം നടക്കണമെന്നത് ഞങ്ങളുടെ പാരന്റ്സിന്റെ തീരുമാനമായിരുന്നു. അത് തെറ്റായിരിക്കുമെന്ന് അപ്പൊ തോന്നിയില്ല. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് എന്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ആകെ തകർന്ന എന്നെ രാഹുലിന്റെ പേരൻസ് ആണ് ആശ്വസിപ്പിച്ചത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ ആ രഹസ്യം അറിഞ്ഞു. എന്റെ അച്ഛനെയും അമ്മയും രാഹുലും പേരൻസും കൂടി കൊല്ലുകയായിരുന്നു. അവരുണ്ടാക്കിയ ആക്സിഡന്റ് ആയിരുന്നു അത്. എന്റെ പേരിലുള്ള സ്വത്തുക്കൾക്ക് വേണ്ടി അവരിപ്പോ എന്നെയും ഇല്ലാതാക്കാൻ നോക്കുക സുമി. കരയാതെ ചേച്ചി. എന്നെ എങ്ങനെയും രക്ഷിക്കണം സുമി. എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല. ഞാൻ എന്റെ സ്വത്തുക്കൾ മുഴുവനും സുമിക്ക് നരേന്ദ്രനും തന്നേക്കാം. എന്നെ രാഹുലിൽ നിന്ന് രക്ഷിച്ചാൽ മാത്രം മതി. ചേച്ചി, ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ട്. ആരുമില്ലെന്ന് തോന്നലിനി വേണ്ട. ഓമന ചേച്ചി, ഞാൻ ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ ഉണ്ണി? നരേന്ദ്രൻ ചേട്ടനെ ഒരു ചിട്ടി ചേർന്നിരുന്നില്ലേ? ഇപ്രാവശ്യം നറുക്ക് വീണിരിക്കുന്ന ചേട്ടനാ. ഓവോ, ആ ചിട്ടി ചേർന്ന കാര്യമൊന്നും അവൻ പറഞ്ഞില്ലല്ലോ. സൊസൈറ്റിയിൽ പണയം വെച്ചിരിക്കുന്ന ആധാരം എടുക്കാൻ വേണ്ടിട്ടാ ചിട്ടി കൂടിയെന്നാ എന്നോട് പറഞ്ഞത്. ആണോ? മോനെന്ന് അവനെ വിളിച്ചു. ഞാൻ കുറെ വിളിച്ചു, ഫോൺ ഓഫാ. ഓമന ചേച്ചി വാ, നമുക്ക് ആ കാശ് അടച്ചേക്കാം. എന്തിനാ വെറുതെ പലിശ കളയുന്നേ? മോനെ, അവനോടൊന്നും ഓ, പറയാതെ ഇതിൽ ഇത്ര പറയാൻ എന്തോ ഇരിക്കുന്നേ? അതല്ല മോനെ. ചേച്ചി കടം തീർക്കയല്ലേ, പിന്നെന്താ കുഴപ്പം? ചേച്ചി വാ. വാമേ. വാ ചേച്ചി. രസീത് ഇങ്ങെടുത്ത ചേച്ചി. ആധാർ എടുക്കാനാ ഈ നമ്പറിലുള്ള. നരേന്ദ്ര ചേട്ടനെ കിട്ടുന്നില്ലല്ലോ. ഇതെവിടെ ഒപ്പിട്. ഇതാ പേന. ഇത് നരേന്ദ്രൻ ചേട്ടനെ കൊടുത്തേക്കാം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയാലോ? പോവാൻ ചേച്ചി. അമ്മ ഇത് എവിടെയായിരുന്നു? ഞാൻ സൊസൈറ്റി പോയതാ. സൊസൈറ്റിയിലോ? ആ, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചൊന്നും കിട്ടണ്ടേ?
എടാ നീ ചിട്ടി ചേർന്ന കാര്യം എന്താ പറയാതിരുന്നത്? ചിട്ടിയോ? ബാങ്കിലെ കട തീർക്കാൻ വേണ്ടി ചേർന്ന ചിട്ടിയാണെന്ന് നിന്റെ കൂട്ടുകാരൻ ഉണ്ണി പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ഉണ്ണിയോ? ഏതുണ്ണി? അമ്മ എന്തൊക്കെയാ പറയുന്നേ? തെക്കേരി ഉണ്ണി. ആ എന്തായാലും നന്നായി, ആ കടവങ്ങ് തീർന്നല്ലോ. രസീത്. എന്താടാ? ഇവനെന്തു പറ്റി? നത്ത് കൊത്തിയ പണി തീരുമെന്ന് നിനക്ക് മനസ്സിലായടാ? എന്റെ വീടിന്റെ ആധാരം ഇതാ. വീട്ടിലോ സ്ഥലത്തിലോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. നീ എന്റെ ചരക്കോ അതിന്റെ വിലയായ 10 ലക്ഷമോ കൊണ്ടുപോവാ. ആ നിമിഷം ആധാരം ഞാൻ തന്നേക്കാം. എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ ഞാനങ്ങ് വിഴുങ്ങണോ? ഓ പോയി കാശോ ചരക്കോ കൊണ്ടുപോവാ. പോയി പറഞ്ഞ പോലെ ചെയ്യടാ. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള കാശ് ഒരാളോട് ചോദിച്ചാ തരും. നികിത ചേച്ചി. പക്ഷെ അവര് പറയുന്നൊക്കെ പിന്നെ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നിങ്ങൾക്കല്ലേ. ഏയ് ഒന്നുമില്ല. വൈകിട്ട് വേണം. പറയുവാനറിയാതെ നിറയും വേദനയിൽ എരിയുകയാണെൻ ചേതനയും. പിരിയുവാനാണോ നീ മനസ്സിൻ മാളികയിൽ പൊന്മയിൽ പീലിയാൽ കൂടൊരുക്കി. വിധിയുടെ കാലടികൾ നിഴലായ അരികിൽ സാന്ത്വനമേകാൻ നീ എവിടെ? നീ ഹൃദയ വിഷാദരാഗം നോവും നെഞ്ചിൻ സ്വരമാകും നിറയും യാമിനി. പറയുവാനറിയാതെ നിറയും വേദനയിൽ എരിയുകയാണ് ചേതനയും. ഏതോ തീരാശാപം പേരി അലയുകയാണീ കതിരവനെന്നും. പാരിജാത പൂവിരിയും പാതിരാവിൻ കടലിൽ ഒഴുകിവരും തെന്നലിന്റെ മിഴികളിലും മൗനം. പനിമലരിൻ ചൊടികളിലും കഥനമൂറും ഗാനം. മനസ്സിൻ തന്ത്രികളിൽ ഉണരുന്നോർമകളും. സന്ധ്യയിലിന്നും പെയ്തൊരു
മഴതൻ ഗദ്ഗദമെന്നിൽ നിറയുന്നു. പിടയുമെന്റെ കരളിനുള്ളിൽ അമൃതവർഷമേകൂ. എരിയുമഗ്നി ജ്വാലയായി ഉരുകിടുന്നു ഹൃദയം നീലനിശീതിനിയിൽ. നിറയും വേദനയിൽ പറയുവാനറിയാതെ നിറയും വേദനയിൽ എരിയുകയാണ് ചേതനയും. സാർ, നിന്നെ എനിക്ക് ഉടനെ കാണണം. സാർ അത് ഞാൻ യു ഹാവ് ടു കം. ഹലോ രാഹുൽ സാർ, ഹലോ. കൊച്ചേ, അവിടെ വന്നേ. അയ്യോ, ആ സ്ഥലത്തിന്റെ കാര്യം എന്തായി? അവര് വിളിച്ചോണ്ടിരിക്കുക. ദേ കൊത്തിക്കൊണ്ടുപോകാൻ വേറെ ആളുണ്ടേ. ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പാപ്പിച്ചായ. ദേ കൊച്ചേ, ആ ബോംബെക്കാരെ പിടിച്ചിട്. ദേ ലോട്ടറിയാ, രക്ഷപ്പെടാം. നാളെ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിക്കാർ കയറി മുട്ടും. പാപ്പിച്ചാൻ എങ്ങനെ 2 ദിവസം കൊണ്ടൊന്ന് പിടിച്ചു നിർത്ത്. ഹലോ, ആ പാപ്പിയാ, ആ ഒരു 2 ദിവസത്തെ അവധി കൂടി തരണം കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ രഹസ്യമാണ്. മറ്റാരേക്കാളും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവെന്താ വേണ്ടത്? ഇനി ഇതിൽ നിന്ന് പിന്മാറാമെന്ന് നീ കരുതണം. നിക്കിതേ നീ കൊന്നില്ലെങ്കിൽ നിന്നെ അവളെ ഞാൻ കൊല്ലും. എൻ്റെ ഒരു തീരുമാനവും നടക്കാതിരുന്നിട്ടില്ല. ഞാൻ നടത്തും. എന്തുണ്ടെങ്കിലും അയക്കോ സാർ, എന്നെ കൊണ്ട് പറ്റില്ല. ഞാനത് ആരോടൊന്നും പറയത്തുമില്ല. പകുതിക്ക് വെച്ച് എന്നെ ചതിച്ചിട്ട് പോകാനാ? ഇല്ല സാർ, ഞാൻ സാറിനെ ചതിക്കില്ല. ഒരു നിമിഷം എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് സാറ് പറഞ്ഞ് അനുസരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാത്തിനും മാപ്പ്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് നിന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. അത് അനുവദിച്ച് തരാൻ മാത്രം അത്ര വിഡ്ഢിയല്ല ഞാൻ. നിക്കിതേ നീ തന്നെ കൊല്ലണം. അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. സാർ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എനിക്കൊരു അമ്മയുണ്ട്, എന്നെ കാത്തിരിക്കുന്നൊരു ഭാര്യയുണ്ട്. സാർ പ്ലീസ് സാർ. ഇനി ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോകാൻ നിനക്ക് പറ്റില്ല. പ്ലേ അവസാനിക്കുന്നത് നിന്നിലൂടെ ആയിരിക്കും. മനസ്സിലായടാ? വാ കേറ്. നരേൻ,
രാഹുൽ എന്നെ കൊല്ലണമെന്ന് വീണ്ടും പറഞ്ഞു അല്ലേ? എന്നോട് ഇനി ഒന്നും പറയരുത്. എനിക്ക് വയ്യ. ഞാനൊരു ഒരു പാവം കുട്ടനാട്ടുകാരൻ. നിങ്ങളൊന്നും മനസ്സിലാക്കാനോ നിങ്ങൾക്കൊപ്പം നിൽക്കാനോ എനിക്ക് കഴിയില്ല. എന്നെ വിട്ടേക്ക്. നരേൻ, സോറി നരേൻ, ഐ എം റിയലി സോറി. ഞാനൊന്നും പറയരുതായിരുന്നു. എന്റെ തെറ്റാ. നരേന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ജീവിക്കാനുള്ള കൊതി കൊണ്ട് തോന്നിയതാ. ഇനി ഒന്നും ആവശ്യപ്പെടില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ നരേൻ എനിക്കൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നിയ സുരക്ഷിതത്വവും സമാധാനവും അത് വളരെ വലുതായിരുന്നു. നന്ദി നരേൻ, എല്ലാത്തിനും നന്ദി. ഇനി ഒരിക്കലും നമ്മൾ കാണില്ല. അല്ലെങ്കിലും നരേന്ദ്രൻ എന്നും ഇങ്ങനെ ജീവിച്ചാ മതി. അല്ല സുമി, ഞാൻ വേണ്ട. നരേന്ദ്രൻ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. കുറെ വർഷങ്ങളായില്ലേ ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പാപ്പിച്ചേട്ടനെ വിളിച്ച് സ്ഥലത്തിന്റെ കച്ചവടം നടക്കില്ലെന്ന് പറഞ്ഞോളാം. ഞാൻ വെറുതെ മോഹിച്ചു. എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നികിത ചേച്ചിയെ രാഹുലിനെ രക്ഷിച്ച അവർക്കും നമുക്കും ഒരു ജീവിതം കിട്ടും. നികിത രക്ഷിക്കാന്ന് വെച്ചാ രാഹുലിനെ കൊല്ലുവാന്ന? ആരാ? നികിത. എടുക്ക. ഹലോ. എന്താ കേട്ടു നോക്ക്. നരേന്ദ്ര, ചെല്ല്. നികിത ചേച്ചി രക്ഷിക്ക്. ചെല്ല്. ഞാൻ പറയുന്നത് കേക്ക്. പോ. എന്താണ് കാണിക്കുന്നത്? കൊല്ലണ അവളെ. എടാ നീ എന്താ കാണിക്കുന്നതെന്ന്? കൊല്ലാൻ
കൊല്ലതാവണം. എനിക്ക് ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. നികിത ചേച്ചി രാഹുലിനെ രക്ഷിച്ച അവർക്കും നമുക്കും ഒരു ജീവിതം കിട്ടും. നികിത രക്ഷിക്കാന്ന് വെച്ചാ രാഹുലിനെ കൊല്ലുവാന്ന്. എടാ അവളെ കൊല്ലാൻ. എടാ അവളെ കൊല്ലാൻ. സർ എനിക്കറിയില്ല. കഞ്ചാവാ, നീലൻ, അതും ഫസ്റ്റ് ക്വാളിറ്റി, കൂട്ടത്തിൽ കുറച്ച് പൗഡറും. നീ ഓടിച്ച നിന്റെ വണ്ടിയിൽ എന്താണെന്ന് നിനക്കറിയില്ലല്ലേ? എനിക്കറിയില്ല, ഇതെന്റേതല്ല. അതെ, വണ്ടിയിൽ വേറെയും കുറെ യാത്രക്കാരുണ്ടായിരുന്നു. നിനക്കറിയാം, നിനക്ക് മാത്രമേ അതറിയാവൂ. നീ അത് പറയും. ഇതെന്താണെന്നും ഇത് എവിടുന്ന് വന്നെന്നും എവിടേക്ക് കൊണ്ടുപോകുന്നെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വിജയൻ നായർ, കമ്മീഷണർ ഓഫ് പോലീസ്. ഇവരുടെ മകൻ നരേന്ദ്രന്റെ കേസ് അന്വേഷിച്ചതും ഞാനാണ്. പക്ഷേ അതിലും നിനക്ക് പങ്കുണ്ടാവുമെന്ന് കരുതിയില്ല. മുംബൈ അണ്ടർവേൾഡിലെ അറിയപ്പെടുന്ന ക്രിമിനൽസ് ആണിവർ. നികിത എന്ന് നിങ്ങൾ പറയുന്ന ഇവളുടെ യഥാർത്ഥ പേര് പൂർണിമ എന്നാണ്. മുംബൈയിൽ ജനിച്ച മലയാളി. രാഹുൽ എന്ന പേരിൽ ഇവിടെ എത്തിയ ഇവൻ ഫോർട്ട് കൊച്ചിക്കാരൻ റോണിയാണ്. ദീസ് ടു ആർ ബോൺ ക്രിമിനൽസ്. അഗർവാൾ എന്ന ഡയമണ്ട് വ്യാപാരിയെ കൊലപ്പെടുത്തി ഡയമണ്ട് പങ്കുവെക്കാൻ സുരക്ഷിതമായൊരിടം തേടിയെത്തിയതാണ് ഇവിടെ. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും അല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ മുന്നിൽ അവരങ്ങനെ അഭിനയിക്കുകയാണ്. ഞാനൊരു ദിവസം അവര് പറയുന്നത് കേട്ടായിരുന്നു. എന്ത്? സമയത്തിന് നോക്കി ഒറ്റ എണ്ണത്തിനും കാണില്ല. സായിപ്പിന്റെ ഒടുക്കത്തെ ഒരു കരിക്ക് കൂടി. No, you can't beat me. I'm not your wife. Mind it. ഈ ഒരു ഡീലിന് വേണ്ടി മാത്രമാ ഞാൻ നിന്നെ സഹിച്ചത്. അത് അവസാനിച്ചാ ഇനി ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒരുമിച്ച്. അത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഡയമണ്ട് സെയിൽ ചെയ്യാം. നിനക്കും എനിക്കും 50-50. അതുവരെ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും. ഓക്കേ? എന്നിട്ട് എന്തുകൊണ്ട് ഈ കാര്യം പുറത്തറിയിച്ചില്ല? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഗസ്റ്റിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല. അവര് ആലപ്പുഴയിലെ ഒരു ജ്വല്ലറിയിൽ ഡയമണ്ട് വെക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ ഇരിക്കുന്നത് സർട്ടിഫൈഡ് ഡയമണ്ട് ആണല്ലോ അല്ലേ? ആ,
ഓക്കെ താങ്ക് യു. യു ആർ വെൽക്കം. ഒരാൾ ഇല്ലാതായാൽ മുഴുവൻ പണവും സ്വന്തമാക്കാമെന്ന് രണ്ടുപേരും കണക്കുകൂട്ടി. അതിനുവേണ്ടി പരസ്പരം കൊല്ലാനുള്ള മാർഗവും അന്വേഷിച്ചു. അതിനിടയിൽ നിന്നെ അവർക്ക് കിട്ടി. അവർ നിന്നെ ഉപയോഗിച്ചു. ആദ്യം അവൻ നിന്നെ വാടകക്കൊലയാക്കാൻ നോക്കി. അവൾ സെന്റിമെന്റ്സിലൂടെ നിന്നെ വീഴ്ത്തി. നീയാ അപ്പൊ പെട്ടിരിക്കുന്നത്. കുറച്ച് നാളായി നിന്നെ ഞാൻ സ്കെച്ചിട്ടിട്ട്. ഈ സ്ത്രീ കയറിയില്ലായിരുന്നെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നിന്നെ ഞാൻ പൊക്കിയേനെ. നിങ്ങളുടെ മകൻ ഉടൻ പുറത്തു വരും. ഈ കേസിലെ യഥാർത്ഥ പ്രതി നികിത മൊബൈൽ അറസ്റ്റിലായി. അവള് കുറ്റം മുഴുവൻ സമ്മതിച്ചു. കള്ളല്ലേ, ഞാൻ കേറിക്കോളാം. ഈശ്വര, ഇത് നരേന്ദ്രന്റെ ജീവിതത്തിലെ പുതിയൊരധ്യായം. ഒരുപക്ഷെ നരേന്ദ്രൻ ചിന്തിക്കുന്നുണ്ടാകും, ഇനി മുന്നോട്ട് എന്ത്, എങ്ങനെ. പ്രത്യാശയുടെ വെളിച്ചം മനസ്സിന്റെ ഒരു കോണിൽ കത്തുമ്പോഴും ഇനി തകർത്ത് പെയ്യാനൊരുങ്ങുന്ന കാർമേഘങ്ങൾക്ക് താഴെ ആശകളും അഭിലാഷങ്ങളും നഷ്ടപ്പെട്ട സുമിയെയും അറിഞ്ഞുമറിയാതെയും ഉമ്മറത്തേക്ക് നോക്കി തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന പാവം അമ്മയെയും എങ്ങനെ ആശ്വസിപ്പിക്കാം, സംരക്ഷിക്കാം? അതിലും അപ്പുറമൊന്നും അവന് ചിന്തിക്കാനാവില്ല. കാരണം അവനൊരു പാവമാണ്, പാവം കുട്ടനാട്ടുകാരൻ.